മെസ്സേജിന് റിപ്ലൈ അയക്കാത്തതും പോട്ടെ. എടി അല്ലേലും അവൻ എനിക്ക് ചേരത്തൊന്നുമില്ല. ഞാൻ തന്നെ നേരത്തെ അവനെ വിളിച്ചപ്പോൾ അവൻ ഫോൺ എടുക്കുകയും ചെയ്തു. അവന് വേറെ ആൾ സെറ്റായെന്ന് പറയുകയും ചെയ്തു. സോറി ജെറി, ഇന്നെനിക്കൊരു കാര്യം മനസ്സിലായി. നമ്മൾ തമ്മിൽ ചേരില്ല. ബൈ ഫോർ എവർ. ശരി, ഞാൻ വിളിക്കാം. हाँ ओके. സാറേ അതെ, 3 പേര് എവിടെ എണീറ്റേ. ഇനി ഇവിടെ ഇരുന്നാലേ നിങ്ങൾക്ക് പുതിയ ഐഡിയാസ് ഒക്കെ വരും. അതുകൊണ്ട് പോലീസ് വരുന്നവർ ആ മുറി കയറി. ചേച്ചി, ഞങ്ങൾ എന്ത് ചെയ്തിട്ട് ഞങ്ങളോട് ഇങ്ങനെയൊക്കെ? നിങ്ങൾ എന്തിനാ പോലീസിനെ വിളിക്കുന്നത്? ചേച്ചി, ഇവിടെ നടന്ന പോക്കട്ടെ പ്ലീസ്. ചേച്ചി പ്ലീസ്, ചേച്ചി വീട്ടിലിറങ്ങുന്ന സീനോ? നിങ്ങള് സാറൊന്ന് പറ. 4 കൂടി ചേർന്നുള്ള പണിയായിരുന്നല്ലേ ഇത്? എടി നിന്നെ ഇത് ഞാൻ ഇതാരാ? നിങ്ങളുടെ ആരുമല്ലയോ? ഞങ്ങൾ അല്ല കുര്യാക്കോസേ. ഞാൻ രാത്രിയിലൊന്നുമല്ല, പട്ടാ പകല ഇങ്ങോട്ട് കയറി വന്നു.
അതും അച്ചായം വിളിച്ചിട്ട്. ഹണി വന്നത് എനിക്ക് സർപ്രൈസായി. കുറെ അപ്പോയിന്റ്മെന്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ പോട്ടെ, നമുക്ക് ഇന്നൊന്ന് ആഘോഷിക്കണം. അയ്യോ, ഞാൻ മദ്യപിക്കില്ല. ആണോ? അതന്നെ. ഒരു ചിയേഴ്സ് പറയാം. ജ്യൂസ് എന്തെങ്കിലും ഉണ്ടോ? ഹണിക്ക് എന്നാ വേണം? എത്ര ജ്യൂസാ വേണ്ടേ? Cheers. ഇതില് മയങ്ങാനുള്ള പൊടിയൊന്നും ഇല്ലല്ലോ അല്ലേ? ഹണിയോട് ഞാനോ? എത്രയോ പ്രാവശ്യം ശിവാസ് അടിച്ചേക്കുന്നു. പക്ഷെ ഈ പെഗിന് ഒരു ഹണിയുടെ ടേസ്റ്റാ. റിയലി. വൈഫ് അങ്ങ് അമേരിക്കയില, മോള് കാനഡയിലും. അവരവിടെ അടിച്ചു പൊളിക്കുന്നു, ഇവിടെ ഞാനും. മക്കളെ, ജീവിതം പൊട്ടുകുറ്റി പോലെയാണ്, പ്രണയം പൊട്ടുപോലെ. അതുകൊണ്ട് ഓരോ പുരുഷനും പൊട്ടുകുത്തിയിടാനുള്ള തവിക്കണയാവുക. അച്ചായൻ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്ന എന്നാന്നറിയത്തില്ല. എനിക്ക് എപ്പോഴും എൻ്റെ ശബ്ദം ഇങ്ങനെ കേട്ടോണ്ടേയിരിക്കണം. എന്നാ ബാ. എനിക്കെന്നെ പേടിയാന്നോ? ഏയ്, ഈ ആഘോഷം അച്ചായൻ ഒരിക്കലും മറക്കില്ല. എന്നാ പിന്നെ ബാ. ഇത് തന്നെ, ഇത് തലയ്ക്ക് ഭയങ്കരമായിട്ട് പിടിച്ചിട്ട് ആകെ 2 പെഗല്ലേ കഴിച്ചോളൂ. മോളെ, come on. ഇത് ഏത് വൃത്തിയായിട്ടവനാന്നേ ഈ നേരത്ത്. സാറിനെ കണ്ടില്ലേ? ഇല്ല, ഞാനവിടെ ബെല്ലടിച്ചു, ആരും അലോടുന്നില്ല. സാറിന്റെ കാർ അവിടെ ഉണ്ടല്ലോ. ഇപ്പൊ ഒരു പെങ്കൊച്ച് അങ്ങോട്ട് പോയതേ ഉള്ളൂ. സാറ് വാ, നമുക്ക് നോക്കാം.